നമസ്കാരം, എല്ലാവർക്കും സിമിസ് ക്യൂസിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈസൂർ പാക്കാണ്. നമ്മുടെ ദീപാവലി പോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നൊരു സ്വീറ്റാണ് ഈ മൈസൂർ പാക്ക്. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സാധാരണ മുൻപ് എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള രീതിയിലാണ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് കുറച്ച് സോഫ്റ്റായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് സോഫ്റ്റായ മൈസൂർ പാക്ക് അവിടെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതേ രീതിയിലുള്ള മൈസൂർ പാക്കാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ നെയ്യൊക്കെ ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് വളരെ രുചികരവുമാണ്. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഹാർഡായിട്ടുള്ള മൈസൂർ പാക്ക് ഞാൻ ഉടനെ തന്നെ റോസ്റ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല രുചികരമായ മൈസൂർ പാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്കിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് കടലമാവ് ഇതിലേക്ക് ഇടുകയാണ് ഈ പാനിലേക്ക്. എന്നിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ് നിറം പോകാതെ, കടലമാവിൻ്റെ നിറം പോകാതെ തന്നെ നമുക്കിത് ചൂടാക്കി എടുക്കണം. അപ്പോൾ നല്ല കറക്റ്റ് കളറ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ കടലമാവ് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ കടലമാവ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് മുഴുവൻ ഇടുകയാണ്. അപ്പോൾ ഒട്ടും കട്ടയില്ല. നമ്മൾ അരിച്ചെടുക്കുന്നതിൽ കട്ടയില്ലാതിരിക്കാനാണ് നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ, മൈസൂർ പാക്ക് തയ്യാറാക്കുമ്പോൾ ഒട്ടും കട്ട വരാൻ പാടില്ല. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്. തരിയൊക്കെ ഉണ്ടോ ഒന്ന് ഉടച്ച്, സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. കട്ടയുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ച് ഇതിനോട് മിക്സ് ചെയ്ത് ചേർക്കുക. അപ്പോൾ ആ ഉരുക്കിയ നെയ്യ് 1 കപ്പ് എടുക്കുക. അപ്പോൾ അതിൽ 1/2 കപ്പ് ഞാനിപ്പോൾ ഈ കടലമാവിലേക്ക് ഒഴിക്കുകയാണ്. ഒന്ന് ഈ നെയ്യ് വെച്ച് ഒട്ടും കട്ടയില്ലാതെ ഈ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാം, ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നെയ്യ് ചേർത്ത് നമ്മൾ നേരത്തെ ഇങ്ങനെ കലക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് മൈസൂർ പാക്ക് തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ മൈസൂർ പാക്ക് തണുക്കാനായിട്ട് നമ്മൾ ഒഴിച്ച് വെക്കുന്നത്, തയ്യാറാക്കി നമ്മൾ വെക്കുന്നത്, അപ്പോൾ അത് നമ്മൾ ആ പാനാണെങ്കിൽ പാത്രമാണെങ്കിൽ, സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഇനി ഗ്ലാസിൻ്റെ ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ലോഫ് പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് ഒരല്പം നെയ്യ് ചേർത്തൊന്ന് ഗ്രീസ് ചെയ്യാണ്. ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഞാനൊരു പാഷ്മെൻറ്റ് പേപ്പർ വെക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ വെക്കുന്നത്. ഇപ്പം നെയ്യ് മാത്രം പുരട്ടി കൊടുത്താൽ മതി. ഇപ്പം ഞാനൊരു പാൻ വെച്ചു. നമുക്കിപ്പോൾ ഈ പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇടാം. നമ്മുടെ ഈ മൈസൂർ പാക്ക് തയ്യാറാക്കുന്ന എല്ലാം ഓരോരോ കപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. 1 കപ്പ് വെള്ളം ഒഴിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കപ്പാണോ അതിൻ്റെ ആ അളവിൽ തന്നെ കടലമാവ് എടുക്കുക, ആ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക, ആ അളവിൽ തന്നെ നെയ്യ് എടുക്കുക, ആ അളവിൽ തന്നെ വെള്ളവും എടുക്കുക. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസിയാണ്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലൂടെയാണ് ഞാൻ ഈ മൈസൂർ പാക്ക് തയ്യാറാക്കുന്നത് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാം, നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര പാനി തയ്യാറാക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ പഞ്ചസാര പാനി നന്നായിട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു നൂൽ പരുവം, അതാണിപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു നൂൽ പരുവത്തിൽ നമ്മൾ വേണം, ഈ പരുവത്തിലാണ് നമ്മൾ കലക്കി വെച്ച നെയ്യും കടലമാവും കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചില്ലേ, അത് നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. ഈ ഒരു നൂൽ പരുവത്തിലാണ് നമ്മൾ ഈ മാവ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ മാവ് ചേർക്കാനായി, അപ്പോൾ നമ്മൾ നെയ്യും കടലമാവും കൂടെ കലക്കി വെച്ചത്, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇപ്പോൾ മുഴുവൻ മാവ് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് ഞാൻ മാവ് നമ്മൾ ഒഴിച്ചത്, അതൊന്ന് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മാവ്, അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര പാനി തയ്യാറാക്കുന്നത്. നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഞാൻ ഈ മാവ് മുഴുവനിലേക്ക് ഒഴിച്ചത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കട്ടയില്ല, നല്ല കറക്റ്റായിട്ട് നമുക്ക് വരും. ഒട്ടും കട്ട കെട്ടാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബബിൾസൊക്കെ വരും.
വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള 1/2 കപ്പ് നെയ്യുണ്ട്, അത് കുറേശ്ശെ കുറേശ്ശെ നമുക്കിതിലേക്ക് ചേർക്കണം. നെയ്യ് നന്നായിട്ട് മാവിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നെയ്യ് ഒഴിക്കുക. അങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ചേർക്കുന്ന നെയ്യൊക്കെ ഇത് മാവുമായിട്ട് ചേർന്ന് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് നെയ്യോടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യ് മുഴുവൻ ഇപ്പം മാവിലേക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അല്പം കൂടെ നെയ്യ് ഒഴിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മുഴുവൻ നെയ്യും നമ്മൾ ഇതിലേക്ക് ചേർത്തു. അപ്പോൾ നമ്മളെടുത്ത 1 കപ്പ് നെയ്യും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പാത്രത്തിൻ്റെ വശങ്ങളിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നു കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ മൈസൂർ പാക്ക്. ഇത് കുറച്ചുകൂടെ നമ്മൾ തിക്കായി കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹാർഡ് എന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ ഞാനിപ്പോൾ സോഫ്റ്റായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ഇതിപ്പോൾ ഇതിലിങ്ങനെ ഓടി നടക്കുകയാണ് ഈ പാത്രത്തിൽ ഈ മാവ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാത്രം, നെയ്യ് പുരട്ടി വെച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രം ഏതാണോ അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കുറച്ച് ചെറിയ പാത്രത്തിൽ ഒഴിക്കുന്നതായിരിക്കുന്നല്ലോ. ഒരുപാട് പരന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മൈസൂർ പാക്കിൻ്റെ ആ ഒരു കട്ടി നമുക്ക് കിട്ടത്തില്ല. മുറിക്കുമ്പോൾ അത് കുറച്ച് കട്ടിയിലല്ലേ നമ്മൾ മൈസൂർ പാക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ വരണം. അപ്പോൾ അതുകൊണ്ട് ചെറിയ പാത്രം നോക്കി എടുക്കുക, ഒരുപാട് പരന്ന പാത്രമാകരുത്. മൈസൂർ പാക്കിൻ്റെ മാവ് നല്ല കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ലോഫ് പാനിലേക്ക് ഇത് ഒഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഈ ഒരു ടെക്സ്ചറിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. ഇത് കണ്ടോ, നല്ല ടെക്സ്ചറിലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് മൈസൂർ പാക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കണം. ഇപ്പോൾ ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന്, ഇപ്പോൾ ഞാൻ മുഴുവൻ ഒഴിച്ചു, നമ്മൾ ഈ മേളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിനുസപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഒരല്പം നെയ്യ് പുരട്ടിയിട്ട് ഒന്ന് മിനുസപ്പെടുത്തി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല കറക്റ്റ് പരുവത്തിലിരിക്കും. നമ്മൾ ഒരുപാട് നെയ്യൊന്നും ചേർത്തില്ല, നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ നല്ല കറക്റ്റാണ്, എല്ലാം നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വിട്ടിരുന്ന് നന്നായിട്ട് നല്ല ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിട്ടിരുന്ന് തണുക്കട്ടെ. 4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയായാലും ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ ഇളക്കാവുള്ളൂ. ഒട്ടും നമ്മൾ ഈ ഒഴിച്ചു വെച്ച പാത്രം ഒട്ടും ചൂട് കാണരുത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതൊരു 4 മണിക്കൂറൊക്കെ മതിയാവും. ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം നമ്മളിത് എടുക്കാവുള്ളൂ. അപ്പോൾ ഇത് അവിടെ നിന്ന് തണുക്കട്ടെ. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ മൈസൂർ പാക്ക്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടണം. അപ്പോൾ ഞാൻ ഈ കട്ടിംഗ് പാഡിലേക്ക് വെച്ചിട്ട് ഞാനൊന്ന് തിരിച്ചിടുകയാണ്. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് കണ്ട നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ചെറുതായിട്ട് നമ്മൾ സാധാരണ ഒരു പീസ് ഉണ്ടല്ലോ, കടയിലൊക്കെ ആണെങ്കിലും ബേക്കറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, ഇത് വളരെ ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല രുചികരമാണ്. കറക്റ്റ് മധുരം, കറക്റ്റ് നെയ്യ്, അതിൻ്റെ കൂട്ടെല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.